നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പിൽ പറയുന്നത് മല്ലിയില ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ മല്ലിയില വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ മല്ലിയില വാങ്ങിയ ഉടനെ തന്നെ നല്ല ഇലകളൊക്കെ തിരഞ്ഞെടുക്കുക. ചീഞ്ഞത് ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് എല്ലാം കൂടെ കേടുവന്ന് പോകും കേട്ടോ. എന്നിട്ട് അതിൻ്റെ വേരിൻ്റെ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടാണല്ലോ എല്ലാത്തിലേക്കും മല്ലിയില ഇടുക. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല, വാങ്ങിയ ഉടനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കഴുകിയിട്ട് ഇതിന് മുമ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി കേട്ടോ. പിന്നെ എടുക്കുന്ന സമയത്താണെങ്കിലും കുറേ സമയം പുറത്ത് വെച്ചിട്ടൊന്നും എടുക്കരുത്. നമുക്ക് ആവശ്യത്തിന് എടുക്കുക, അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിൽ പറയുന്നത് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിലൊരുമാതിരി സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്മെല്ല് പോകാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വേറെ കുറേ ട്രിക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മീൻ മുറിച്ച സ്മെല്ലൊക്കെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും, കയ്യിൽ നിന്ന് നല്ലൊരു കോഫി സ്മെല്ല് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ കുക്കറിൽ പരിപ്പോ അതുപോലെ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് എന്ത് വേവിച്ചാലും പുറത്തേക്ക് തിളച്ച് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്പൂണോ കയ്യിലോ അല്ലെങ്കിൽ ചെറിയൊരു ബൗളോ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് വേവിച്ചെടുത്താലും പുറത്തേക്ക് തിളച്ച് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇതുപോലെയുള്ള വായുവട്ടം കുറഞ്ഞ ബോട്ടിലുകൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അരിയൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അരിയല്ലാതെ നമ്മൾ ഒരുപാട് ട്രിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. മുട്ടത്തോടൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴുകുകയാണെങ്കിൽ ഉള്ളിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള ചുമരുകൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും അല്ലേ. അപ്പോൾ അത് സോപ്പ് ഉപയോഗിച്ച് ഒരുപാട് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുമ്പോൾ പെയിൻറ്റ് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും പലർക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്രബ്ബറിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയാൽ മതി കേട്ടോ. എന്നിട്ട് നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കഴുകണമെന്നൊന്നുമില്ല, നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര തന്നെ അടച്ചു വെച്ചാലും അത് തണുത്ത് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വാങ്ങി ഉടനെ തന്നെ നമ്മൾ എടുത്ത് വെക്കൂലേ, അപ്പോൾ ആ ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഇനിയിപ്പോൾ കുപ്പിയാണെങ്കിലും എന്താണെങ്കിലും അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ തീരുന്നത് വരെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മളെപ്പോഴും സവാളയൊക്കെ എടുക്കുന്ന സമയത്ത് സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗം എടുക്കാറില്ലല്ലോ. അത് ഹെൽത്തിനും നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കറിക്ക് ടേസ്റ്റ് കുറയുമെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് സെൻറ്ററിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു അറ്റത്തേക്കായിട്ട് മുറിച്ച് ഇതുപോലെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു തവണ ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി. ചെറിയൊരു ടിപ്പ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് സവാള അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നുള്ളത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും എടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കണ്ണ് നീറുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സവാള അരിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നേരത്തെ നമ്മൾ മീനിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ എടുത്തില്ലേ, അതുപോലെയും ചെയ്യാം. പിന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് ചട്ടിയാണെങ്കിലും ചില നോൺ സ്റ്റിക്ക് പാനിലൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ.
അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മീനിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, പിന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ചില സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ഒക്കെ പാത്രങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ അടിക്ക് പിടിക്കുമല്ലോ. അപ്പോൾ അത് വെള്ളം ഒരുപാട് സമയം ഒഴിച്ചാൽ അത് കുതിർന്ന് വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഒരു പാത്രം ഇങ്ങനെ അവിടെ വെക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മൊത്തത്തിൽ അങ്ങോട്ട് കഴുകി വെച്ചാൽ സമാധാനമായിട്ട് പോയി കിടന്നിറങ്ങാമല്ലോ. അപ്പം നമുക്ക് അപ്പം തന്നെ രാത്രിയൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക, കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കാം, എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ചൂടാകുമ്പോൾ തന്നെ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അടിയിൽ ഒട്ടി പിടിച്ചതൊക്കെ ഇങ്ങനെ പോരും കേട്ടോ. അപ്പം നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് മരത്തിൻ്റെ സ്പൂണോ ചട്ടുകമൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ചൂടൊക്കെ പോകുമ്പോഴേക്കും നല്ല രീതിയിൽ അടിഭാഗത്തുള്ള നമ്മളിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എത്രത്തോളം അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഒക്കെ പെട്ടെന്ന് പോരും കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് മരത്തിൻ്റെ സ്പൂണോ ചട്ടുകോ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കോട്ടിങ്ങൊക്കെ ഇളകി പോരും കേട്ടോ. സ്റ്റീലൊന്നും എടുക്കരുത്. ഇതാ നല്ല പോലെ തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ചൂടൊക്കെ പോയപ്പോൾ ഞാനിതാ സിങ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ സിങ്ക് ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ കിച്ചൺ സിങ്ക് അടയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരുപാടൊന്നുമില്ല, സിങ്കിലൂടെ പോണതന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊന്നങ്ങോട്ട് കഴുകിയെടുത്തപ്പോൾ തന്നെ അത് പോയിട്ടുണ്ട്. ഇനി സോപ്പ് ഉപയോഗിച്ച് സാധാരണ പോലെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചതൊക്കെ വിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ പാന് നല്ലപോലെ നീറ്റായിട്ടുണ്ട്. അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിന് താഴെയായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. കിച്ചണ് മാത്രമല്ല വീട് മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ കത്തിപ്പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളവിടെ തന്നെ ശ്രദ്ധിച്ച് നിന്നാൽ മതി. അപ്പോൾ അവർ കത്തിപ്പിടിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു പുകയൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി ഞാനിതൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓറഞ്ച് തൊലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓറഞ്ച് കഴിച്ച് കളയുന്ന ആ ഒരു തൊലി തന്നെയാണ്. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഉപയോഗമുണ്ട്. ഒരുപാട് ട്രിക്സ് ഉണ്ട് കേട്ടോ ഓറഞ്ച് തൊലി കൊണ്ട്. നമ്മളെപ്പോഴും ഉപയോഗം കഴിഞ്ഞ് കളയുന്ന ഒന്നാണല്ലോ ഓറഞ്ച് തൊലി. അപ്പോൾ ഇന്ന് ഞാൻ അതിലുള്ള ഒരു യൂസാണ് പറയുന്നത്. ഒന്ന് നമ്മളിപ്പോൾ കാണിച്ചു, ചൂടായി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും, മീൻ വറുത്ത സ്മെല്ലും ഒക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ഇനി അതിങ്ങനെ ചെറുതായിട്ട് പുകച്ച് നമ്മുടെ ഹാളിലൂടെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെയും നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ അലക്കുന്ന മെഷീനിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ചീത്ത സ്മെല്ലൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടും കേട്ടോ. നമുക്കറിയാമല്ലോ ഓറഞ്ച് തൊലിക്ക് നല്ലൊരു സ്മെല്ലാണെന്ന്. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉള്ള ഡ്രസ്സുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും ആ ഡ്രസ്സ് നമുക്ക് എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കണ്ടീഷണറൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഇതിൻ്റെ തൊലി പെടണ്ട കേട്ടോ. തൊലി ഇനി മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാലും അത് ഇങ്ങനെ കറങ്ങി ചെറിയ പീസൊക്കെ ആയിട്ട് ഹോളിലേക്കൊക്കെ പോയാൽ, പിന്നെ കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.